അസ്സലാമലൈക്കും. ഹോം കുക്ക് മലബാർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണല്ലോ. അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇത് ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇത് ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ആദ്യം ഞാനിതാ ഇവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ ഈ വറ്റൽമുളക് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുക്കാൻ പോകുന്നത്. വറ്റൽമുളക് പേസ്റ്റ് ആക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനൊരു 5 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ വറ്റൽമുളക് ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് പേസ്റ്റ് ആക്കി അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ വറ്റൽമുളകിന്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ചെറുനാരങ്ങന്റെ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നാലേ ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ പിടിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് തേങ്ങ നന്നായിട്ട് ചിരകിയതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള വറ്റൽമുളകിന്റെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പൊ അതാ തേങ്ങന്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തേങ്ങയുടെ മിക്സ് അവസാനം നമ്മൾ ആ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന്റെ പീസ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ കുക്കാവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതാ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ. ഇനി അടുത്ത ബാച്ച് ചിക്കനും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. പച്ചമുളക് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതാ തേങ്ങയെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചിക്കനും കറിവേപ്പില, പച്ചമുളക്, തേങ്ങയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അസംബിൾ ചെയ്യാം. ഒരു പ്ലേറ്റിൽ നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം കുറച്ച് ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, തേങ്ങയുടെ മിക്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ, പയ്യോളി ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.